വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവകൃപയെ അനുഭവിച്ച് ജീവിപ്പാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തേക്കുള്ള വായനാഭാഗം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ധ്യാന വേദഭാഗം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നു. ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു. ദാവീദ് രാജാവിൻ്റെ ആത്മീയവും ഭൗതികവുമായുള്ള വളർച്ചയും ദൈവ സാന്നിധ്യത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവവുമാണ് നമുക്ക് ഇന്നത്തെ വായനാ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ദാവീദ് ആശ്രയം കണ്ടെത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം. അതിനാൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് എത്രമാത്രം സ്ഥാനം നൽകണമെന്ന് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, വിജയത്തിൻ്റെ സ്രോതസ് കണ്ടെത്തുക. 14-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദാവീദിൻ്റെ രാജസ്ഥാനം സ്ഥിരപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. അവിടെ പറയുന്നത്, യഹോവയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിനെ രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദിന് മനസ്സിലായി. ദൈവം തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തി എന്ന് ദാവീദ് തിരിച്ചറിയുന്നു. തുടർന്ന് ഫിലിസ്തീർ ആക്രമിക്കുവാനായി വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. അങ്ങനെ തൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവത്തോട് പങ്കുവെക്കുന്നു. കാരണം താൻ ബലഹീനനാണെന്നും ദൈവം കൂടെയുണ്ടെങ്കിൽ തനിക്ക് സകലവും സാധ്യമാകും എന്നും ദാവീദ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. വിജയത്തിൻ്റെ അത്തിച്ചുകൂടി നിൽക്കുമ്പോഴും തനിക്ക് തീർപ്പ് കൽപ്പിക്കത്തക്ക അധികാരം ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുന്നു. തന്നെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത് ദൈവമാണ് എന്ന് തിരിച്ചറിയുകയും അതിന് വിനയാന്വിതനായി തീരുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ ശക്തി ഒരിക്കലും വാളായിരുന്നില്ല, മറിച്ച് ദൈവമായിരുന്നു. ദാവീദിനെ പോലെ അത് നാം തിരിച്ചറിയുക, അംഗീകരിക്കുക. രണ്ടാമതായിട്ട്, ആരാധനയ്ക്ക് മുൻഗണന നൽകുക. ദൈവത്തിൻ്റെ പെട്ടകം വരുന്നതായാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ വലിയ സന്തോഷവും ഉല്ലാസവും ഉണ്ട്. പെട്ടകത്തിന് മുൻപിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദ് ചിലരെ നിയമിക്കുന്നു. അങ്ങനെ ആസാഫും സഹോദരങ്ങളും ആ ചുമതല നിർവഹിക്കുന്നു. ദൈവത്തോട് നന്ദിയുള്ള ഹൃദയമാണ് ഇതിലൂടെ ദാവീദിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നന്ദിയുള്ള ഹൃദയം ദൈവത്തിന് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ യാഗമാണ്. നമ്മുടെയും ജീവിതത്തിൽ ആരാധനയ്ക്ക് പ്രധാന സ്ഥാനം നൽകുക. അങ്ങനെ ആരാധനയ്ക്ക് മുൻഗണന നൽകിയാൽ ദൈവം നമ്മെ ഒരിക്കലും ലജ്ജിക്കാൻ അനുവദിക്കാതെ വഴി നടത്തും. അപ്രകാരം ദൈവത്തിനും ദൈവിക ആരാധനകൾക്കും ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി. ഈ ദിവസം അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ അങ്ങ് ആണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ സ്രോതസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ദാവീദിനെ പോലെ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ. ഇതൊക്കെയും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ആകുന്നുവല്ലോ. അങ്ങേക്കാൾ മറ്റു പലതിനും പ്രാധാന്യം നൽകുന്ന അവസ്ഥ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇടയാക്കണമേ. പുതിയൊരു തുടക്കത്തിന് ഇന്ന് നാന്ദി കുറയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വേലകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, വിചാരങ്ങളിൽ എല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.